ഗൈസ് അപ്പം നമ്മുടെ എന്നാ RC കാറിന്റെ ഇതാണ് ഇപ്പം കാണുന്നത്. അതിപ്പം അൺബോക്സ് ചെയ്ത് കാണിക്കാം. അതിന് മുമ്പ് കാറിന്റെ കണക്ഷനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ള RC കാറിന്റെ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇപ്പോഴാണ് ദാണ്ട് ഈ RC കാർ കാണുന്നത്. നമുക്കൊന്ന് ഇത് ഓണാക്കിയിട്ട് ഇത് ഓടിക്കാട്ടോ. ഇനിയുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. ഇത് നമുക്ക് റിമോട്ടിനകത്ത് 2 ബാറ്ററിയാണ് റിമോട്ടിനകത്തുള്ളത്. അത് നമുക്ക് സാധാരണ പെൻടോർച്ച് ബാറ്ററി കൂടെ 2 ഉള്ളത്. അതാണ് റിമോട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൂടാണ്ട് കാറിനകത്തൊരു അത് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു ബാറ്ററി ആയിട്ട് റീചാർജ്. നമുക്ക് D ടൈപ്പ് ചാർജർ, മൊബൈലിൻ്റെ ചാർജർ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. 2 മണിക്കൂറെങ്കിലും നമ്മൾ കുത്തിയിടണം. കുത്തിയിട്ടെങ്കിൽ നല്ല പവർ കിട്ടുള്ളൂ. ഇതുപോലെ ചെറിയ കട്ടറും കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കയറി പോകണമെങ്കിൽ നല്ല പവറൊക്കെ ഉണ്ട്. നമുക്കൊരു 3 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്കാണ് അത് ഉപയോഗിക്കാനായിട്ട് നല്ലത്. അല്ലാത്ത കുട്ടികൾ ഉപയോഗിക്കാം, പക്ഷേ അതിന് ഡാമേജുകൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കീകളും മറ്റുമൊക്കെ അത് പിടിച്ച് ബലമായിട്ട് തിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും മെറ്റലാണേലും അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ മാറിപ്പോകാൻ സാധ്യത. അവിടെ തീരെ കുഞ്ഞു കുട്ടികൾ 3 വയസ്സിൽ താഴെ കുട്ടികൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ അവിടെയൊക്കെ പിടിച്ച് ഞെക്കുകയും ഞെരുക്കുകയൊക്കെ ചെയ്ത് ഡാമേജ് ആകണ്ടല്ലോ എന്നോർത്താണ് അങ്ങനെ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വളരെ വിനോദം നൽകുന്ന രീതിയിലാട്ടെ എൻ്റെ നിർമ്മാണ പ്രവർത്തനം. ഇത് കാണാനൊക്കെ ആയിട്ടാണെങ്കിലും വളരെ ഭംഗിയാണ്. ഓരോ വീലിനും സ്പ്രിങ്, ഷോക്ക് ഓബ്സറുണ്ട്. പിന്നെ ചെറിയ കല്ലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കയറ്റം അല്ലെങ്കിൽ കുഴിയൊക്കെ ആണെങ്കിലും കയറി ഇറങ്ങി പോകുന്നൊരു മെത്തേഡാണ് ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ആയിട്ട് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. 2 മോട്ടറാണ് ഇതിനുള്ളത്. ബാക്കിൽ വീല് കറങ്ങാൻ വേണ്ടിയിട്ടൊരു പവർഫുൾ റിമോട്ട് ഇതിൻ്റെ ഹൗസിങ്ങൊക്കെ കണ്ടോ, അതിനകത്തൊരു നല്ലൊരു മോട്ടറുണ്ട്. ഫ്രണ്ടിൽ വീലുകൾ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നേരെയൊക്കെ തിരിയാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മോട്ടറും കൂടെ അവിടെ ഉണ്ട്. എങ്ങനെയാണല്ലോ നമുക്ക് സമയം കളയാനായിട്ട്, കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് സമയം കളയാനായിട്ട് നല്ലൊരു വാഹനമാണ് ഈ RC കാറുകളെന്ന് പറയുന്നത്. റിമോട്ടെ പ്രവർത്തിക്കുന്നതാണ്. നമുക്കൊരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് ബാറ്ററിയിൽ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യാൻ ശേഷം വീണ്ടും നമുക്ക് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകിച്ച് കാണാൻ നല്ല ഭംഗിയാണ്. ടയറൊക്കെ ആണെങ്കിലും പ്രത്യേകം നല്ല കട്ടി കൂടിയ റബ്ബറൊക്കെ കേട്ടോ. ഇതിപ്പോൾ ഓടിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഡാമേജ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. കാരണം അതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാറാണ് ഈ RC കാർ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് കാറ്? അടിപൊളിയല്ല. 1000 രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഒരു കാറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, താങ്ക്സ്.